നിങ്ങളെ പെണ്ണുങ്ങളെ ദേശം എന്ന് വെച്ചാല് പെണ്ണുങ്ങളെ രൂപ ഉണ്ടാക്കി തരും. പെണ്ണുങ്ങളെ ഓടി പൊളിച്ചാ അത് പറ്റും. നമുക്ക് വേറെ ആരോഗ്യം ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രൂപ ഉണ്ടാക്കി തരും. നല്ല പരിപാടിയാണ് ഇങ്ങനത്തെ കമ്പനികളൊക്കെ തന്നെ വരുന്നത്. നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ നിത്യോപയോഗ സാധനത്തിന് വില കൂടുണ്ടാണ് ബാജേജ് ഓടിപ്പൊളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കുള്ള വരുമാനം നമ്മളെപ്പോലുള്ള ആൾക്കാരെ പൈസ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇങ്ങനത്തെ പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മൾ പൈസന്റെ വർത്താനം പറഞ്ഞപ്പോ ഇതിപ്പോ നമ്മളിത് ചവിട്ടി കൊടുത്തു. ചവിട്ടി പൊളിച്ച് ഞാൻ ഉപയോഗിക്കാൻ ആശാരനെ കൊടുക്കും. ഓരോ 1000 രൂപ കൂലി കൊടുക്കണം. പിന്നെ ഇതിന് മരത്തിന്റെ പൈസ കൊടുക്കും. അതാണ് ഇത് നമുക്കിത് മനസ്സിലാകുന്നത്. പക്ഷെ വന്നാ മതി ചവിട്ടി പൊളിച്ചിട്ട് പോന്നാല് അത് ചവിട്ടിയത് വൃത്തിയാക്കാനും ശരിയാക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ടാവും. നിങ്ങളെ ഇവിടെ കജുമ്പോ കുറച്ച് പൈസയും കുറച്ച് പോന്നാ മതി. ഇവിടുത്തെ ഈ ചെറിയ ശരീരത്തിൽ ഇത്രയും അതാണ് ബുദ്ധിയാണ് വേണ്ടത്. ഈ കാലഘട്ടം മാറിയിരിക്കുന്നു. ജീവിക്കണമെങ്കിലും ചിന്തിക്കണം. നിങ്ങളെ പെണ്ണുങ്ങളെ ദേശം എന്ന് വെച്ചാല് പെണ്ണുങ്ങളെ രൂപ ഉണ്ടാക്കി തരും. പെണ്ണുങ്ങളെ ഓടി പൊളിച്ചാ അത് പറ്റും. നമുക്ക് വേറെ ആരോഗ്യം ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രൂപ ഉണ്ടാക്കി തരുന്നു. നല്ല പരിപാടിയാണ് ഇങ്ങനത്തെ കമ്പനികളൊക്കെ തന്നെ വരുന്നത്. നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ നിത്യോപയോഗ സാധനത്തിന് വില കൂടുണ്ടാണ് ബാജേജ് ഓടിപ്പൊളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കുള്ള വരുമാനം നമ്മളെപ്പോലുള്ള ആൾക്കാരെ പൈസ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇങ്ങനത്തെ പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മൾ പൈസന്റെ വർത്താനം പറഞ്ഞപ്പോ ഇതിപ്പോ നമ്മളിത് ചവിട്ടി കൊടുത്തു. ചവിട്ടി പൊളിച്ച് ഞാൻ ഉപയോഗിക്കാൻ ആശാരനെ കൊടുക്കും. ഓരോ 1000 രൂപ കൂലി കൊടുക്കണം. പിന്നെ ഇതിന് മരത്തിന്റെ പൈസ കൊടുക്കും. അതാണ് ഇത് നമുക്കിത് മനസ്സിലാകുന്നത്. പക്ഷെ വന്നാ മതി ചവിട്ടി പൊളിച്ചിട്ട് പോന്നാല് അത് ചവിട്ടിയത് വൃത്തിയാക്കാനും ശരിയാക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ടാവും. നിങ്ങളെ ഇവിടെ കജുമ്പോ കുറച്ച് പൈസയും കുറച്ച് പോന്നാ മതി. ഇവിടുത്തെ ഈ ചെറിയ ശരീരത്തിൽ ഇത്രയും അതാണ് ബുദ്ധിയാണ് വേണ്ടത്. ഈ കാലഘട്ടം മാറിയിരിക്കുന്നു. ജീവിക്കണമെങ്കിലും ചിന്തിക്കണം.